+2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് IIM-ൽ പഠിക്കുന്നതിനുള്ള അവസരമാണ് IPM അഥവാ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഇന്ത്യയിൽ ആകെ 21 IIM-കൾ ഉണ്ടെങ്കിലും അതിൽ 5 IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മാത്രമേ IPM പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് ഇവയൊക്കെയാണ്: IIM ഇൻഡോർ, IIM റാഞ്ചി, IIM റോത്താക്, IIM ജമ്മു, IIM ബോധ്ഗയ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IIM ജമ്മുവിലേക്കും IIM ബോധ്ഗയയിലേക്കുമുള്ള എൻട്രൻസ് എക്സാമായ ജിപ്മാറ്റ് എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. IIM ഇൻഡോർ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നടത്തുന്ന എക്സാമിന് IPM ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡോറിലേക്കും റാഞ്ചിയിലേക്കുമുള്ള അഡ്മിഷൻ നടപടികൾ നടക്കുന്നത്. അതേസമയം IIM റോത്താക്കിലേക്കുള്ള അഡ്മിഷൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിൽ കൂടിയാണ് നടത്തപ്പെടുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ജിപ്മാറ്റ് എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. എന്താണ് ജിപ്മാറ്റ് 2025 എന്ന് ചോദിച്ചാൽ അത് ജോയിന്റ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, ജിപ്മാറ്റ് എന്നതുകൊണ്ട്. ജിപ്മാറ്റ് 2025 നടത്തുന്നത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ജിപ്മാറ്റിലേക്കുള്ള ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 10, 2025 രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസരം. ഇനി ഓൺലൈനായിട്ട് ഫീ അടയ്ക്കുന്നതിനുള്ള അവസരം 11 മാർച്ച് 2025 രാത്രി 11:50 വരെ നിങ്ങൾക്ക് ലഭിക്കും. ജനറൽ, OBC, NCL കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർ തിരഞ്ഞെടുക്കുന്ന എക്സാം സെൻറ്റർ ഇന്ത്യക്കകത്താണെങ്കിൽ 2000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. SC, ST, PWD, EWS, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് അവർ തിരഞ്ഞെടുക്കുന്ന എക്സാം സെൻറ്റർ ഇന്ത്യക്കകത്താണ് എങ്കിൽ 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അതേസമയം എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും ഇന്ത്യക്ക് പുറത്തുള്ള എക്സാം സെൻറ്റേഴ്സ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ 10,000 രൂപയാണ്. ജിപ്മാറ്റ് 2025 എന്ന് പറയുന്നത് പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത എക്സാമായാണ് നടത്തപ്പെടുന്നത്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 26 ഏപ്രിലാണ് എക്സാം നടത്തപ്പെടുന്നത്. എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5:30 വരെയുള്ള 2.5 മണിക്കൂറാണ്. നിങ്ങൾ ജിപ്മാറ്റ് 2025 രജിസ്റ്റർ ചെയ്യുന്നതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് nta.ac.in അതല്ലെങ്കിൽ exams.nta.ac.in/jipmat. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫോർമാറ്റിലാണ് എക്സാം നടത്തപ്പെടുന്നത്. ആകെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണ് എങ്കിൽ അതിന് 4 മാർക്ക് ലഭിക്കും. തെറ്റായ ഒരു ക്വസ്റ്റ്യന് -1 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇനി പ്രധാനമായും ഈ ഒരു എക്സാമിന് 3 പാർട്ടുകളാണുള്ളത്. ആദ്യത്തെ പാർട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. അവിടെ ആകെ 33 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രണ്ടാമത്തെ പാർട്ടിന് പറയുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നൊരു സെക്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 33 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതേസമയം മൂന്നാമത്തെ സെക്ഷനായ വെർബൽ എബിലിറ്റി, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നൊരു സെക്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുക 34 ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആകെ 100 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതം, ആകെ 400-ലായിരിക്കും മാർക്ക് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി കേരളത്തിനകത്തുള്ള എക്സാം സെന്റേഴ്സിനെ കുറിച്ച് വരികയാണെങ്കിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഓൺലൈൻ എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള എക്സാം സെന്റേഴ്സും അനവധിയുണ്ട്. നേപ്പാൾ, UAE, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഓൺലൈൻ എക്സാം സെന്റേഴ്സ് ഉണ്ട്. ജിപ്മാറ്റ് എൻട്രൻസ് എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായി സന്ദർശിക്കുക nta.ac.in അതല്ലെങ്കിൽ exams.nta.ac.in/jipmat. Brilliant Study Center, India's #1 coaching center for NEET and JEE.